ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പാണ്. അത് റാഗിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി സൂപ്പ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലെയുള്ള സൂപ്പുകളൊക്കെ തയ്യാറാക്കി കഴിക്കണം കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണങ്ങൾ നൽകുന്നതാണ്. ഇനി സൂപ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1.5 സ്പൂൺ ഈ ഒരു അളവിലാണ് കേട്ടോ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, സവാള, അതുപോലെ ബീൻസ്, പിന്നെ സ്വീറ്റ് കോൺ, ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൂപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കണത്. അങ്ങനെ ചേർക്കുമ്പോഴുണ്ടല്ലോ അതിലെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഇനി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു പാകത്തിന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി അങ്ങോട്ട് വഴറ്റി അങ്ങനെ ഒന്നും എടുക്കണ്ട. ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തതിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു പാകത്തിലേക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൂടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഗിക്ക് വേവ് കൂടുതലുള്ള ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റൊക്കെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇനിയും ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മട്ടർ, ബ്രക്കോളി, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ തിളച്ച് ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കുറച്ചധികം എരിവും കൂടി വരുമ്പോഴാണ് കേട്ടോ സൂപ്പിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുണ്ടോ, സൂപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ റാഗിയൊക്കെ നല്ല പോലെ ഒന്നും കൂടി കുറുകി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യിൽ ഒരു കറുവപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂവും കൂടി ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ റാഗി സൂപ്പ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ദഹനം എളുപ്പമാക്കുന്നതിനും വെയിറ്റ് ലോസിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് കഴിക്കുന്നത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.